റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. ഈ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റിനെയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ ₹6 lakhs, കറണ്ട് അസറ്റ്സ് ₹3 lakhs, current liabilities ₹1,75,000, 8% debentures ₹2 lakhs, mortgage ₹2,25,000. ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കൊരു 5 ഇൻഫർമേഷൻ തന്നിരിക്കുന്ന ഈ 5 ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളോട് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫോർമുല നോക്കാം. ഫോർമുല ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് തന്നെയാണ് ഫോർമുല. സോൾവൻസി റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്. അത് തന്നെയാണ് നമ്മളോട് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. അപ്പോൾ ഫോർമുല അത് തന്നെയാണ്, ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്. ഇനി ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ അസറ്റ്സ് കാണാൻ നമുക്ക് ക്വസ്റ്റിനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ടോട്ടൽ അസറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് അസറ്റ്സും വരും, നോൺ കറണ്ട് അസറ്റ്സും വരും. അപ്പോൾ അസറ്റ്സിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ടോട്ടൽ അസറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് എടുക്കുന്നത്, ₹6 lakhs. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പൊ കറണ്ട് അസറ്റ്സും ടോട്ടൽ അസറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫിക്സഡ് അസറ്റ് കൊടുക്കാം, കറണ്ട് അസറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോൺ കറണ്ട് അസറ്റ് കൊടുക്കാം, കറണ്ട് അസറ്റ് കൊടുക്കാം. ഇപ്പൊ രണ്ടും എടുക്കാം. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ₹3 lakhs ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ അസറ്റ്സ് എത്രയാണ് എന്നുള്ളത് കിട്ടി. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് നമുക്ക് ₹9 lakh ആണ് ഉള്ളത്. ഇനി ഡിനോമിനേറ്റർ എന്താ? ടോട്ടൽ ഡെറ്റ് ആണ് ഡിനോമിനേറ്റർ. അപ്പൊ അടുത്തത് നമുക്ക് ടോട്ടൽ ഡെറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ടോട്ടൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ് എത്രയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം ടോട്ടൽ ഡെറ്റ് ആണ്. അപ്പൊ ലോങ് ടേം ഡെറ്റ് മാത്രമല്ല വരിക, ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് 1,75,000. ടോട്ടൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ലോങ് ടേം ഡെറ്റ് ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഡെറ്റ്. ഷോർട്ട് ടേം ഡെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് 1,75,000. പിന്നെ 8% ഡിബെഞ്ചർ ഓബിയസ്ലി ഏത് കാറ്റഗറിയിലാണ് പെടുക? ലോങ് ടേം ഡെറ്റിന്റെ കാറ്റഗറിയിലാണ് പെടുക, ₹2 lakhs. പിന്നെ വരുന്നതാണ് മോർട്ട്ഗേജ്. മോർട്ട്ഗേജ് അഗെയിൻ വിൽ ബി ഇൻക്ലൂഡഡ് അണ്ടർ ലോങ് ടേം ഡെറ്റ്. ലോങ് ടേം ഡെറ്റിന്റെ ക്ലാസിഫിക്കേഷനിലാണ് മോർട്ട്ഗേജും വരിക. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഈടാക്കി വെച്ചിട്ട് ലോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ മോർട്ട്ഗേജ് ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ 3 നമ്മൾ എടുത്തു, അതായത് ഷോർട്ട് ടേം ഡെറ്റും എടുത്തു, 2 ലോങ് ടേം ഡെറ്റും എടുത്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ ഡെറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ ടോട്ടൽ ഡെറ്റ് നമുക്ക് ഈ 3 കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ₹6 lakhs നമുക്ക് കിട്ടി. 1,75,000 പ്ലസ് 2 lakhs പ്ലസ് 2,25,000. അപ്പൊ നമുക്ക് ₹6 lakhs കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫോർമുലയിൽ സോൾവൻസി റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ അസറ്റ്സ് 9 lakhs ആണ്. അപ്പൊ 9 lakhs ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ് 6 lakhs. അപ്പൊ 9 lakhs ഡിവൈഡഡ് ബൈ 6 lakhs ചെയ്തപ്പോൾ നമുക്ക് സോൾവൻസി റേഷ്യോ 1.5:1 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മുടെ ഇന്റർപ്രിട്ടേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 or more than 1 ആണ്. അപ്പോൾ if the solvency ratio is more than 1, we can say that the financial position of the firm is very stable and the firm is capable of repaying all its debt. എല്ലാ ഡെറ്റും, അതിപ്പോൾ ലോങ് ടേം ഡെറ്റ് ആയാലും ഷോർട്ട് ടേം ഡെറ്റ് ആയാലും രണ്ട് ഡെറ്റും ഈക്വലി കൊടുത്തു തീർക്കാനുള്ള ടോട്ടൽ അസറ്റ് നമ്മുടെ കമ്പനിയുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? എ സോൾവൻസി റേഷ്യോ ഓഫ് മോർ ദാൻ 1 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത് 1.5 ആണ്. സോ ദ സോൾവൻസി റേഷ്യോ ഇസ് മോർ ദാൻ 1. സോ ഇറ്റ് റെപ്രസെന്റ്സ് ദാറ്റ് the company is having a total asset more than the total debt. Total assets total debtനേക്കാളും കൂടുതലാണ്, which again represents that the company has a fair asset position to repay all its debt, which includes both long-term debt as well as short-term debt.
നമുക്ക് ഇന്റർപ്രിട്ടേഷൻ നോക്കാം. ദ കമ്പനി ഈസ് സോൾവെന്റ്, കാരണം ദ അസെറ്റ്സ് ആർ സഫീഷ്യന്റ്ലി മോർ ദാൻ ലയബിലിറ്റീസ്. അസെറ്റ്സ് എത്തിനേക്കാളും കൂടുതലാണ്, ഡെറ്റിനേക്കാളും കൂടുതലാണ്. ദെർഫോർ ദ കമ്പനി ഈസ് ഫിനാൻഷ്യലി സൗണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേറെ രീതിയിൽ എഴുതാം. നിങ്ങൾക്കത് സ്വന്തം വാക്കുകളിൽ എഴുതാട്ടോ ഈ ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം. സോ ദ സോൾവൻസി സ്റ്റാൻഡേർഡ് for a company is 1. Solvency ratio standard for a company is 1. The current answer reveals that the company's solvency ratio is 1.5, which is above the standard norms, and hence we can say that the company has a total asset more than total debt, which reveals that the company has a better asset position to repay all its short-term as well as long-term debt. And hence we can say that the financial position of the company is very strong. എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം വാക്കുകളിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയ ഉത്തരമെങ്കിൽ നമുക്ക് പറയാം കമ്പനിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. നേരെ മറിച്ച് സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ്, അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം 1-ൽ കുറവാണ് എങ്കിൽ നമുക്ക് പറയാം ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ഈസ് വെരി ബാഡ്. ദ കമ്പനി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു റീപേ ഇറ്റ്സ് short-term as well as long-term debt using its total assets. അങ്ങനെ നമുക്ക് ഏത് സിറ്റുവേഷനിൽ പറയാം, സോൾവൻസി റേഷ്യോ നമുക്ക് കിട്ടിയ ഉത്തരം 1-ൽ കുറവാണെങ്കിൽ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ അതല്ല. വി ഹാവ് ഗോട്ട് ആൻ ആൻസർ ഓഫ് മോർ ദാൻ 1.5 ടു ബി പ്രിസൈസ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദ കമ്പനി ഈസ് ഹാവിംഗ് എ സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദ കമ്പനി ഈസ് കേപ്പബിൾ ഓഫ് repaying both its long-term as well as short-term debt using its total assets. അപ്പോൾ ആരും വളരെ ഹാപ്പി ആയിരിക്കും, ലെൻഡേഴ്സ് ഒക്കെ വളരെ ഹാപ്പി ആയിരിക്കും. കമ്പനിക്ക് കടം തന്ന ആൾക്കാർക്ക് വളരെ ആശ്വാസത്തിൽ ഇരിക്കാം, കമ്പനി വളരെ സൗണ്ട് ആണ് എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇരിക്കാം.